അയ്യപ്പനെ സ്ത്രീ പ്രസവിച്ചതില്ലേ, പ്രസവിച്ചതാണെന്നാണല്ലോ ചരിത്രം, അല്ല ഛർദ്ദിച്ചതല്ലല്ലോ അയ്യപ്പനെ. എം എം മണിയെ സ്ത്രീ പ്രസവിച്ചതാണ്, എൻ്റെ അമ്മ പ്രസവിച്ചതാണ്. ഈ രാജ്യത്ത് എല്ലാവരും ജനിച്ചത് അങ്ങനെയാണ്, അച്ഛനും അമ്മയും ഇണചേർന്ന് അമ്മമാർ പ്രസവിച്ച് ഉണ്ടായതാണ്. അയ്യപ്പനും അങ്ങനെ ഉണ്ടായത്. പിന്നെ സ്ത്രീയെ നിരോധിക്കുന്നതിൽ എന്താ കാര്യം? എനിക്ക് എൻ്റെ യുക്തി മനസ്സിലായില്ല. എല്ലാ കാര്യത്തിനും സ്ത്രീ വേണം, പിന്നെ എന്തിന്? എൻ്റെ ചിന്തയല്ല. ഇതൊരു നാടൻ ശൈലി പ്രയോഗമായി കാണാനാകില്ല. തികച്ചും ഹൈന്ദവ വിശ്വാസികളെയും അയ്യപ്പനെയും അവഹേളിക്കുകയാണ് എം എം മണി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ വിശ്വാസികളെ കബളിപ്പിക്കുന്ന നിലപാട് തുടരുന്നതിനിടെയാണ് എം എം മണിയുടെ ഈ പരാമർശം. ശബരിമലയിൽ ഇനിയും പെണ്ണുങ്ങളെ കയറ്റുന്നതിനെക്കാട്ടിൽ നല്ലത് ഒരു വലിയ ഉരുളിയോ വാർപ്പോ എടുത്തിട്ട് നീ അത് വീടിന്റെ നടുക്കോട്ട് വെക്കണം. എന്നിട്ട് അതിനകത്തോട്ട് കയറി നീ അങ്ങ് കവച്ചിരിക്കണം. എന്നിട്ട് 10 100 1000 പെണ്ണുങ്ങളെ എന്നും ഇങ്ങനെ കയറ്റി ഇറക്കി നിരക്കിക്കോ. അവിടെ നേരെ നിന്റെ സോക്കേട് തീർന്നോളൂ.